ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 3 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ഈ സീരീസ് നടക്കുന്ന കാലഘട്ടം പഴയതായതുകൊണ്ട് തന്നെ ഇതിലത്തെ ഡയലോഗ്സും വളരെയധികം പഴയതാണ്. സോ അത് പറയുന്ന സമയത്ത് പലർക്കും മനസ്സിലാവുന്നില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് മറ്റു സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ ഇതും എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോട്ട് സമയങ്ങളാണ് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ സർവേ കോപ്സിനെയും കമാൻഡർ എർവിനെയും തൂക്കിലേറ്റാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ വാൾറോസ് ടൈറ്റനുകൾ തകർത്തു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ വാൾറോസിലെ ആളുകളെല്ലാം വാൾ സീനയ്ക്കകത്തോട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലത്തെ ഭക്ഷ്യക്ഷാമം അവർ വീണ്ടും നേരിടും. അപ്പോൾ വേറെ വഴിയില്ലാതെ അതിജീവിക്കാനായി മനുഷ്യർ എന്തിനും നിർബന്ധിതരാകും. വാൾറോസും വാൾ സീനയും തമ്മിൽ യുദ്ധം ഉണ്ടാകും. ഇനിയൊരു പക്ഷേ ആ മതിൽ തകർന്നില്ലെങ്കിൽ തന്നെ വാൾമറിയിലെ ഭക്ഷ്യക്ഷാമം വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വാൾ സീനയുടെ അകത്തോട്ട് ഇടിച്ചു കയറാൻ പോകുന്നത് ആദ്യം ടൈറ്റൻ ആയിരിക്കില്ല, വാൾറോസിലെ മനുഷ്യരായിരിക്കും. വാൾമറിയ തിരിച്ചു പിടിക്കുന്നതാണ് ഇതിനുള്ള ഒരേ ഒരു പരിഹാരം എന്ന് പറയുവാണ് എർവിൻ. സർവേ കോപ്സ് ഇല്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ലെന്നാണോ നീ പറയുന്നേ എന്ന് ഓറിൽ ചോദിക്കുന്നു. ശത്രുവിനെ മുന്നിൽ നിന്നും അറ്റാക്ക് ചെയ്യുന്നതാണ് സർവേ കോപ്സിന്റെ കടമ. അതുകൊണ്ട് അവരൊരിക്കലും പേടിച്ച് പിന്മാറില്ല. ഇനി ആ ദൗത്യം നിർവഹിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും രഹസ്യ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എർവിൻ. ഇത് കേട്ട് അവരെല്ലാവരും അവനെ തന്നെ നോക്കുന്നു. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു എർവിൻ. മതിലുകൾക്കുള്ളിലെ ജനങ്ങളുടെ ഭാവിയെ പറ്റി സംസാരിക്കാനല്ല നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഹ്യൂമാനിറ്റിയുടെ നിയമങ്ങളിൽ 6ാം വകുപ്പിൽ പറയുന്നത് മനുഷ്യരാശിയുടെ സുരക്ഷയ്ക്കും ദീർഘായുസിനും മുകളിൽ ഒരു വ്യക്തിയുടെ നേട്ടത്തിന് മുൻഗണന കൊടുക്കാൻ പാടില്ലെന്നാണ്. സോ അത് നീ തെറ്റിച്ചു, അതാണ് നിനക്കുള്ള ആരോപണം. എറിൻ യേഗറിനെ ഞങ്ങൾക്ക് വിട്ടുതരാൻ പലതവണ നിങ്ങളോട് പറഞ്ഞു, അത് നിങ്ങൾ ലംഘിച്ചു എന്ന് പറയുവാണ് അതിലൊരാൾ. വാൾമറിയെ തിരിച്ചു പിടിക്കാൻ എറിനെ ആവശ്യമാണ്. അത് തീരുമാനിക്കേണ്ടത് സർവേ കോപ്സ് അല്ല. അവന്റെ ശക്തികൾ എന്താണെന്ന് പോലും അറിയാത്ത ഒരു ടൈറ്റനാണ് എറിൻ യേഗർ. അവൻ ഈ മതിലുകൾക്കുള്ളിൽ ഇരിക്കുന്നത് തന്നെ മനുഷ്യർക്ക് അപകടമാണ്. എന്നിട്ടും അവനെ ഉപയോഗിച്ച് നിങ്ങളുടെ പ്ലാനുകൾ നടത്താൻ നിങ്ങൾ ശ്രമിച്ചു. എറിൻ യേഗറിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നുള്ള നാടകം കളിച്ചത് പോരാഞ്ഞിട്ടും അതിനെ സഹായിച്ച ഡീമോൺ റീൽസിനെയും നിങ്ങൾ കൊന്നുകളഞ്ഞു. ശരിക്കും മനുഷ്യരാശിക്ക് നിങ്ങളാണ് ഭീഷണി എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നവർ പറയുന്നു. കമാൻഡർ പിക്സസ്, ഗെറിസണും സർവേ കോപ്സുമാണ് മുന്നിൽ നിന്നും പോരാടുന്നവർ. നിങ്ങളും അതിലില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? നിങ്ങൾ ഞങ്ങളെപ്പറ്റി അങ്ങനെ വിചാരിച്ചതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. മനുഷ്യർ പരസ്പരം കൊല്ലുന്നതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു കാര്യം വേറെയില്ല. ഈ ഇടുങ്ങിയ ലോകത്ത് നമ്മുടെ സമാധാനം ഇല്ലാതാക്കാൻ ഒരു ചെറിയ തീപ്പൊരി മതി. ട്രസ്റ്റ് നഗരത്തിൽ എന്റെ സൈനികരെ മരണത്തിലോട്ട് തള്ളിവിടുന്നതിന് മുൻപ് ഇതേ വാക്കുകൾ ഞാൻ അവരോടും പറഞ്ഞതാണ്. സർവേ കോപ്സ് ആണ് തീപ്പൊരിയെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഇല്ലാതാക്കണമെന്ന് തന്നെയാ ഞാനും പറയൂ. ഇനി അവൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ടൈറ്റനുകൾ അകത്ത് കയറിയാൽ അവർക്ക് തിന്നാൻ ഇവിടെ ഒരു മനുഷ്യർ പോലും ഉണ്ടാവില്ല എന്ന് കമാൻഡർ പിക്സസ് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കമാൻഡർ എർവിനെ എന്ത് ചെയ്യണമെന്ന് രാജാവടക്കം തീരുമാനിക്കുന്നതാണ്. എർവിൻ, ഇതാണോ നീ കണ്ട അവസാനം എന്ന് ചിന്തിക്കുവാണ് നെയിൽ. കമാൻഡർ എർവിൻ, ഹ്യൂമാനിറ്റിയുടെ നിയമങ്ങളിൽ 6ാം വകുപ്പ് നീ തെറ്റിച്ചതുകൊണ്ട് നിന്നെ തൂക്കിലേറ്റാൻ വിധിച്ചിരിക്കുന്നു. ഉടൻ തന്നെ അതിനുള്ള നടപടികൾ എടുക്കുന്നതായിരിക്കും. ഇതേ സമയമാണ് കൊല്ലാൻ വേണ്ടി എറിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്. എർവിൻ, ഇതായിരുന്നു നിന്റെ ലക്ഷ്യം എന്ന് ചിന്തിക്കുവാണ് നെയിൽ. പെട്ടെന്നാണ് അവിടുത്തെ ഡോറും തല്ലിപ്പൊളിച്ച ഒരാൾ അങ്ങോട്ട് വരുന്നത്. വാൾറോസിലെ ഗേറ്റുകൾ തകർന്നു. കൊളോസ്റ്റലും ആർമർ ടൈറ്റനും അവിടെ എത്തി. വാൾമറിയിൽ സംഭവിച്ചതുപോലെ ടൈറ്റനുകൾ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക. അവിടുത്തെ ജനങ്ങൾ വാൾ സീനയിലോട്ട് ഓടി കീഴിക്കൊണ്ടിരിക്കുക. ഇത് കേട്ട് കമാൻഡർ പിക്സസ് ജനങ്ങളെ സുരക്ഷിതമായി വാൾ സീനയ്ക്ക് അകത്തോട്ട് കയറ്റാൻ വേണ്ടി ഉത്തരവ് കൊടുക്കുന്നു. ഏയ് വേണ്ട, നിൽക്ക്. വാൾസീനയുടെ ഗേറ്റുകൾ പെട്ടെന്ന് തന്നെ അടക്ക്. ഒരുത്തിനെ പോലെ ഉള്ളിലോട്ട് കയറ്റരുത് എന്ന് ഓറിൽ പറയുന്നു. ഇത് കേട്ട് മിലിറ്ററി പോലീസ് സമ്മതിക്കുന്നില്ല. മനുഷ്യവംശത്തിന്റെ പകുതിയോളം വരുന്ന ജനങ്ങളാണ് പുറത്തു നിൽക്കുന്നത്. അവരെ കൊലക്ക് കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എർവിൻ പറഞ്ഞതുപോലെ അവരിതിനകത്തോട്ട് കയറുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ യുദ്ധം തന്നെ നടക്കും. അങ്ങനെ വന്ന ജനങ്ങളെ നിയന്ത്രിക്കാൻ ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കില്ല. അത് പിന്നെ ഒരു സാധ്യത മാത്രം. എന്ത് സാധ്യത? അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം അത് വേണ്ടെന്ന് തന്നെയാ. ഞങ്ങൾ പറയുന്നതിന് മുകളിൽ ഇവിടെ ഒന്നും നടക്കില്ല. മര്യാദയ്ക്ക് പറഞ്ഞതനുസരിക്കുക. ഇത് കേട്ട് പിക്സസ് ആൻകയെ നോക്കി തലയാട്ടുന്നു. പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്നും പോവാണ്. ഓ നാശം! ഈ ഒരു അവസ്ഥയിൽ മതിലുകൾ തകരുക എന്ന് പറയുമ്പോ പക്ഷെ നമുക്ക് ആശ്വസിക്കാൻ ഒരു കാരണമുണ്ടല്ലോ. ആ ശക്തി നമ്മുടെ പക്കലുണ്ട്. അതവർ സ്വീകരിച്ചാൽ മാത്രം മതി. വാൾസീന പിടിച്ചു നിൽക്കുന്നിടത്തോളം നമ്മൾ സുരക്ഷിതരാണ്. അതെ, ലോർഡ് റൈസിന്റെ തിരിച്ചുവരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇതേ സമയം മിലിറ്ററി പോലീസും അവിടെ തന്നെ നിൽക്കുവാണ്. വാ, നമുക്ക് രാജാവ് പറഞ്ഞതനുസരിക്കാം എന്നൊരാൾ പറയുമ്പോ ഇല്ല, ഒരിക്കലും ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുവാണ് നെയിൽ. ഹേയ്, ഞങ്ങളുടെ വാക്ക് ലംഘിക്കാനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന് ഓർലർ പറയുന്നു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ വാൾറൂസിലെ ഒരു പൗരനാണ്. ഗേറ്റുകൾ അടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് ഓർലർ.
പെട്ടെന്നാണ് അവൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എന്നൊരു ശബ്ദം അവിടെ കേൾക്കുന്നത്. അത് വേറെ ആരുമല്ല, സർവേ കോപ്സും ഗെരിസണും അടങ്ങുന്ന ഈ 3 ഡിവിഷന്റെയും ഹെഡ് ആയിട്ടുള്ള ഡാരിസ് സക്ലി ആയിരുന്നു. ഇവരുടെ പ്രവൃത്തികൾ നിങ്ങളെ സർപ്രൈസ് ചെയ്തോ ഡാരിസ് സക്ലി? സർപ്രൈസിംഗ്? നോ. എന്താ അതിന്റെ അർത്ഥം? ഇപ്പോ കിട്ടിയ റിപ്പോർട്ട് അത് വ്യാജമായിരുന്നു. ഇതുവരെ ഒരു ടൈറ്റനും ഗേറ്റുകളൊന്നും നശിപ്പിച്ചിട്ടില്ല. ഇത് കേട്ട് ഭരണാധികാരികൾക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇതെല്ലാം എന്റെ പ്ലാനാ എന്ന് പറഞ്ഞ് പിക്സസ് അങ്ങോട്ട് വരുന്നു. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഞാൻ സർവേ കോപ്സിന്റെ ഭാഗത്തല്ല എന്ന് അല്പം മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ ഭാഗത്തുമല്ല. ഇവിടെ ഇപ്പോ മതിലുകളെയും ടൈറ്റനുകളെയും പറ്റി മറ്റാരേക്കാളും നന്നായി നിങ്ങൾക്കറിയാമല്ലോ. മതിലുകൾ തകർന്നാൽ നിങ്ങളുടെ തീരുമാനം കഴിയുന്നതിൽ അത്ര ജനങ്ങളെ രക്ഷിക്കണമെന്നായിരുന്നെങ്കിൽ എറിനെ തൂക്കിലേറ്റുന്നതിൽ എനിക്ക് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോ നൽകിയ ഉത്തരം വളരെ വ്യക്തമാണ്. നിങ്ങളെപ്പോലെ ടൈറ്റനുകളെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ലായിരിക്കാം, പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ജീവനുകൾ ഞങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് വിഡ്ഢിത്തരാണ് ഈ പറയുന്നത്? ഞങ്ങളെ ധിക്കരിച്ച് നീയൊക്കെ എന്ത് നേടാനാ? രാജാവിനെ അല്ലാതെ ജനങ്ങൾ ആരെയും വിശ്വസിക്കില്ല. ഇതറിഞ്ഞാൽ നോബലുകൾ വെറുതെ ഇരിക്കില്ല. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് വെറുതെ ഒരു ഭീഷണിയല്ല, അട്ടിമറിയാണ് എന്ന് പറയുവാണ് പിക്സസ്. ഇതേസമയം മിലിറ്ററി പോലീസ് ഇന്റീരിയൻ സ്ക്വാഡിനെ പിടിച്ചു വെക്കുന്നു. സൈനികരെന്നും രാജാവിനേക്കാൾ മേലുദ്യോഗസ്ഥർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നിലവിലുള്ള രാജാവ് ഒരു വ്യാജനാകുമ്പോ ഈ നാടകം അവസാനിപ്പിക്കാനായി ഞങ്ങൾ പുതിയൊരു അധികാരിയെ സ്ഥാപിക്കും. സോ സത്യങ്ങളെല്ലാം ഇവർ മനസ്സിലാക്കിയെന്ന് മനസ്സിലായ മേലുദ്യോഗസ്ഥർ നിങ്ങളെ ഒന്നും ഞങ്ങൾ വെറുതെ വിടില്ലടാ എന്ന് പറയുവാണ്. ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് സത്യമായിരുന്നെങ്കിൽ ഗേറ്റുകൾ അളക്കാനുള്ള നിങ്ങളുടെ ആ തീരുമാനം തീർച്ചയായും ആ നിയമത്തിലെ 6ാം വകുപ്പിന്റെ ലംഘനമാണ്. മാത്രമല്ല ഒരു വ്യാജ രാജാവിനെ വെച്ച് ജനങ്ങളെ പറ്റിക്കുന്നത് വധശിക്ഷ അറിയിക്കുന്ന ഒരു കുറ്റവുമാണ് എന്ന് പറയുവാണ് എർവിൻ. ഓ ഷിറ്റ്, എഴുന്നേക്കട കള്ളക്കളവ. എന്തുപറ്റി? ഫുഡ് കഴിക്കാൻ സമയമായ? ഇതേ സമയം രാജാവിനടക്കമുള്ള എല്ലാ മേലുദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്യുന്നു. കമാൻഡർ എർവിനെ മോചിപ്പിക്കുന്നു. ഇതായിരുന്നല്ലേ നിന്റെ പ്ലാൻ? ശരി, നീ വിചാരിച്ച പോലൊക്കെ നടന്നില്ലേ? എന്നിട്ട് എന്താ നിനക്കൊരു സന്തോഷമില്ലാത്തെ എന്ന് നെയിൽ അവനോട് ചോദിക്കുന്നു. മനുഷ്യരാശി ഇന്നൊരു പുതിയ പാതയിലോട്ട് പോയി, അതും വളരെയധികം അപകടം കൂടിയ ഒരു പാതയിലോട്ട് എന്ന് പറയുവാണ് എർവിൻ. പിന്നീട് നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ ലീവയും സംഘവും നിൽക്കുന്ന സ്ഥലത്തോട്ട് ഗണ്ണും പിടിച്ച് 2 പേർ അങ്ങോട്ട് വരുന്നതാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, ഹാൻജിയും മൊബ്ലിറ്റും ആയിരുന്നു. പട്ടണത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ക്യാപ്റ്റൻ ലീവായോട് പറയാൻ വേണ്ടി വന്നതായിരുന്നു അവർ. തലസ്ഥാനത്തിന്റെയും ഭരണഘടനമായിട്ടുള്ള എല്ലാ ചുമതലകളും തൽക്കാലത്തേന് സക്ലി ഏറ്റെടുത്തു. നോബ്ലിൻ കുടുംബങ്ങൾ ആരും ഇതുവരെ എതിർത്തിട്ടില്ല. അതുപോലെ റീവ്സ് കമ്പനിക്കുള്ള ആരോപണം അവർ കെട്ടിച്ചമച്ചതാണെന്നുള്ള കുറ്റസമ്മതം അവർ നടത്തി. റീവ്സിന്റെ മോൻ ഫ്ലഗലിനോടാണ് ഇതിന് നന്ദി പറയേണ്ടത്. സോ ഫ്ലഗൽ ആ പത്രക്കാരൻ അപ്പൂപ്പനെ പിടിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇതുവരെ പുറം ലോകം അറിയാത്ത എല്ലാ സത്യങ്ങളും അവർ പത്രത്തിൽ അടിച്ച് പുറത്തിറക്കുന്നു. സോ വ്യാജ രാജാവിനെ വെച്ച് ജനങ്ങളെ പറ്റിക്കുമായിരുന്നെന്നും ഒരു കള്ളക്കേസ് വെച്ച് സർവേ കോപ്സിന് കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നെന്നും എല്ലാം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി. ഇത് കേട്ട് അവർക്ക് എല്ലാവർക്കും ഒരുപാടധികം സന്തോഷാവുന്നു. ഇതേ സമയമാണ് ലീവൈ ഒരു കാര്യം പറയുന്നത്. ഇന്റീരിയൻ പോലീസിന്റെ നേതാവും എറിനും ഹിസ്റ്റോറിയും എവിടെയാണെന്ന് നമുക്കറിയില്ല. പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ആ കാര്യത്തിന് എനിക്ക് സഹായിക്കാനാവും എന്ന് പറഞ്ഞ് ഹാൻജി ഒരു ബുക്ക് എടുക്കുന്നു. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. തലമുറകളായിട്ട് രാജകുടുംബത്തിന്റെ ടൈറ്റൻ ശക്തി കൈമാറി വരുന്നത് ഇവിടെ വെച്ചാണ്. അതിന്റെ ചുമരുകൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രകാശിക്കുന്ന ഒരു ക്രിസ്റ്റൽ വെച്ചിട്ടാണ്. അതിന്റെ പിന്നിലും ഒരു ടൈറ്റന്റെ ശക്തിയാണെന്നാണ് സംശയിക്കുന്നത്. എറിന്റെ പ്ലാൻ എല്ലാം നടന്നതുകൊണ്ട് നിലവിലെ രാജഭരണം അവസാനിച്ചു. തലസ്ഥാനം തൽക്കാലത്തേക്ക് മിലിറ്ററി ഏറ്റെടുത്തു. ഇതാ തൂക്കുമരത്തിന്റെ മുകളിൽ നിന്ന് എല്ലാവരോടും വിളിച്ചു പറയുവാണ് അവർ. പിന്നീട് നമ്മൾ കാണുന്നത് ലീവയും ഹാൻജിയും മറ്റുള്ളവരെല്ലാവരും എങ്ങോട്ടോ പോകുന്നതാണ്. റേസ് കുടുംബത്തെ പറ്റി സർവേ കോപ്സ് അന്വേഷിച്ചുണ്ടാക്കിയ റിപ്പോർട്ടാണിത്. 5 വർഷം മുൻപ് അവരുടെ കുടുംബത്തിൽ പറ്റിയ ഒരു ദുരന്തത്തെ പറ്റിയാണ് ഇതിൽ കൂടുതലും പറയുന്നത്. 5 വർഷം മുൻപോ? അതെ, വാൾമറിയ തകർന്ന അതേ ദിവസം. ഇതിലെ കാര്യങ്ങളെല്ലാം ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. ലോർഡ് റൈസിനെ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ കാര്യമായിരുന്നു. അയാൾക്ക് 5 മക്കളായിരുന്നു. ഏറ്റവും മൂത്തതിന്റെ പേര് ഫ്രീഡ. ആ സ്ഥലത്തെ കർഷകർക്ക് പോലും അവളെ ഒരുപാടധികം ഇഷ്ടമായിരുന്നു. അങ്ങനെയിരിക്കെ 5 വർഷം മുൻപ് ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത്. വാൾമറിയൽ മൊത്തം പരിഭ്രാന്തി പടർന്ന സമയത്ത് കുറച്ച് കള്ളന്മാർ അവിടുത്തെ ഒരു ചപ്പൽ തകർത്ത് അതിന് തീയിട്ടു. കഷ്ടകാലത്തിന് റൈസ് ഫാമിലി മുഴുവനും അവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അന്ന് അവിടെ വെച്ച് ലോർഡ് റൈസ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും ആ കള്ളന്മാർ കൊന്നു. ഇതെല്ലാം നടന്നത് ഹിസ്റ്റോറിയുടെ അമ്മയെ ഇന്റീരിയൻ പോലീസ് കൊല്ലുന്നതിന്റെ കുറച്ചു ദിവസം മുൻപാണ്. അതിനർത്ഥം തന്റെ കുടുംബം നഷ്ടപ്പെട്ട ലോർഡ് റൈസ് ആദ്യം ചെയ്തത് ഹിസ്റ്റോറിയെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു. സോ വീണ്ടും അയാൾ അവളെ തേടി കണ്ടുപിടിച്ചതിന് എന്തോ ഒരു കാരണമുണ്ട്. അവളുടെ ഫാമിലിയുടെ എന്തെങ്കിലും പ്രത്യേകത കാരണമായിരിക്കോ? അവരുടെ രക്തത്തിൽ എന്തെങ്കിലും രഹസ്യം മറിഞ്ഞു നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ക്യാപ്റ്റൻ ലീവായ്. ഇപ്പോ പറയാൻ പറ്റില്ല. പക്ഷേ ആ ചാപ്പൽ പൂർണ്ണമായിട്ട് നശിപ്പിച്ചത് എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. പാറക്കല്ല് ഉപയോഗിച്ചിട്ടാണ് ആ ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അത് നശിപ്പിക്കണമെങ്കിൽ അതിന് ഒരുപാട് സമയവും ഒരുപാട് പരിശ്രമവും ആവശ്യമാണ്. സാധാരണ കള്ളന്മാർ എന്തെങ്കിലും മോഷ്ടിച്ചാൽ ഉടനെ രക്ഷപ്പെടാനാണ് നോക്കുന്നത്.
മാത്രമല്ല അന്ന് അവിടെ ജീവനോടെ രക്ഷപ്പെട്ടത് ലോർഡ് റൈസ് മാത്രമായിരുന്നു. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം സ്വന്തം പണം കൊണ്ട് ലോർഡ് റൈസ് ആ ചാപ്പൽ പുനർനിർമ്മിക്കുകയും ചെയ്തു. സോ ഇതെല്ലാം തന്നെ കൂട്ടി വായിച്ചാൽ ഇതിന് പിന്നിൽ ഒരുപക്ഷെ ടൈറ്റനുകളായിരിക്കണം. ഇതെല്ലാം വെറും ഒരു നിഗമനങ്ങളാണെങ്കിൽ കൂടി ഇത്രയും മിസ്റ്ററി നിറഞ്ഞു നടക്കുന്ന ഈ കാര്യം തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കണം എന്ന് പറയുവാണ് ഹാൻജി. പിന്നീട് നമ്മൾ കാണുന്നത് ചുറ്റിലും വെള്ളാരം കല്ലുകൾ പോലെയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന എറിനെയാണ്. ഇതേസമയം ഒരു കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പെൺകുട്ടി. പെട്ടെന്ന് തന്നെ എറിൻ കണ്ണു തുറക്കുന്നു. നോക്കുന്ന സമയത്ത് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അവനെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു. അവിടെ കെട്ടിയത് വീണ്ടും ഹാൻജിയെയും കൂട്ടരെയുമാണ് കാണുന്നത്. ലോർഡ് റൈസിനെ തെരഞ്ഞ് അവരെങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. കഴിയുന്നതിന് വേഗത്തിൽ എറിനെ കണ്ടുപിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവർ അവനെ കഴിക്കും എന്ന് പറയുവാണ് ഹാൻജി. ടൈറ്റനായി മാറാൻ കഴിവുള്ള ഒരു മനുഷ്യനെ കഴിച്ചാൽ സാധാരണ ഒരു ടൈറ്റന് അവന്റെ ശക്തികളെല്ലാം കിട്ടും. ഇത് ശരിയാണെങ്കിൽ എങ്ങനെയായിരിക്കും എറിനൊരു ടൈറ്റനായി മാറിയത്? ആ ശക്തി കിട്ടാൻ വേണ്ടി അവൻ ആരെയായിരിക്കും തിന്നത് എന്ന് വളരെയധികം ആഴത്തിൽ ചിന്തിക്കുവാണ് ആർമിൻ. ഇതേ സമയമാണ് കെട്ടിയിട്ടിരിക്കുന്ന എറിന്റെ അടുത്തോട്ട് ഒരാൾ നടന്നു വരുന്നത്. സോ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹിസ്റ്റോറിയ ആയിരുന്നു. ഹിസ്റ്റോറിയ. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റോറി വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തടത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.